നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ജഗദീഷ് ഏട്ടാ, ടെൻഷനിലാണോ? അല്ലടി, ഞാൻ വലിയ ഹാപ്പിയില്ല. ഐ ആം വെരി വെരി ഹാപ്പി. എന്താ മതിയോ? എന്റെ അമ്മ അകത്ത് ICU കിടപ്പില്ല. അപ്പൊ അവളുടെ ഒരു ചോദ്യം, ടെൻഷനാണോ? നിനക്കവര് ആജന്മ ശത്രുവായിരിക്കും, പക്ഷേ എനിക്ക് അവരെന്റെ കാണപ്പെട്ട ദൈവമാണ്. കാണപ്പെട്ട ദൈവം. ചെമ്പകമംഗലത്തെ അമ്മ എനിക്കും കാണപ്പെട്ട ദൈവോ? എനിക്കറിയാവടി നിന്റെയൊക്കെ മനസ്സിലിരിപ്പ്. മറിച്ചെങ്ങാനും നീ പറഞ്ഞ എന്റെ കൈത്തിരിപ്പ് നിന്റെ പെടലിക്കായിരിക്കുന്ന നിനക്ക് നന്നായിട്ട് അറിയാം. അത് പേടിച്ചില്ലടി നീ പറഞ്ഞത് എന്റെ അമ്മ കാണപ്പെട്ട ദൈവമാന്ന്. അയ്യോ, അങ്ങനെയല്ല. മിണ്ടരുത് നീ. എന്റെ മുന്നിലെ അഭ്യാസമോ തരികിട ഇറക്കിയ നീ വിവരം അറിയും. ജഗദീഷേട്ടാ, ഭാര്യയെ അടക്കി ഭരിക്കുന്ന ഭർത്താവൊന്നും അല്ല ഞാൻ. പക്ഷേ ഭാര്യ നേരും നെറിവുള്ളവളായിരിക്കണം. ഞാൻ എന്ത് നെറുകേട് കാണിച്ചു ജഗദീഷേട്ടാ? എടി, നാടകം വേണ്ട, നാടകം വേണ്ട. പ്രത്യേകിച്ചും മാട്ട നാടകം ഒട്ടും വേണ്ട. ഞാൻ നേരെ വാ നേരെ പോകുന്ന ആദർശത്തിൽ വിശ്വസിക്കുന്ന ഒരു സാധാ മനുഷ്യനാ. അമ്മ കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ ഭാര്യയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നീ സത്യസന്ധതയുള്ളവളായിരുന്നെങ്കിൽ, സ്വന്തം കുടുംബത്തോട് സ്നേഹമുള്ളവളായിരുന്നെങ്കിൽ എന്റെ അമ്മ ഹൃദയം തകർന്ന് ഹോസ്പിറ്റൽ ICU കിടക്കില്ലായിരുന്നു. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തു ജഗദീഷേട്ടാ? നീ സ്വയം ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. നീ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? നീ നിന്റെ ആങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി എന്റെ കുടുംബം തകർത്തു. ജോലിയും കൂലിയുമില്ലാത്ത മരങ്ങോടന് വിളയാടാൻ നീ അവസരങ്ങൾ ഒരുക്കി. എന്റെ കുടുംബത്തിൽ തേരാപ്പാര നടന്ന് അവൻ പ്രശ്നങ്ങളുണ്ടാക്കി. അവൻ ഇങ്ങനെ ഒരു കടുങ്ക ചെയ്യുന്ന ഞാൻ കരുതിയില്ല ജഗദീഷേട്ടാ. അവനും മൈഥിലിയും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നെന്ന് നീ അല്പം മുമ്പ് എന്നോട് പറഞ്ഞു. അവര് തമ്മിൽ അടുപ്പുണ്ടായിരുന്നത് പണ്ടാ. അവര് പണ്ടേ കാമുകന്മാരായിരുന്നെങ്കിലേ എന്തിന് നീ അവനെ ചെമ്പകമംഗലത്ത് കയറ്റി താമസിപ്പിച്ചു? എന്തിന് നീ അവർ തമ്മിലുള്ള ബന്ധം എന്നിന്ന് മറച്ചു വെച്ചു? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.